കൊല്ലം സുധിയുടെ മരണശേഷം രേണു സുധിക്കും മക്കൾക്കും സൗജന്യമായി ലഭിച്ച വീടിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സഹായിച്ചവരെയെല്ലാം തള്ളിപ്പറയുന്ന രേണുവിന്റെ നിലപാടുകൾക്കെതിരെയാണ് ഏറെയും വിമർശനങ്ങൾ. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതോടെ രേണുവിന് വലിയ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു. എന്നാലിപ്പോൾ ഓരോ ദിവസവും അത് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ഉദ്ഘാടന ചടങ്ങുകളും ഫോട്ടോഷൂട്ടും അഭിനയവും ഒക്കെയായി രേണു സുധി വലിയ തിരക്കാണെങ്കിലും വിവാദങ്ങളും കൂടെ കൂടുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രേണു സുധി നടത്തുന്ന പ്രതികരണങ്ങളാണ് പലപ്പോഴും വിവാദവും നെഗറ്റിവിറ്റിയും വർദ്ധിപ്പിക്കുന്നത്. രേണുവിനും മക്കൾക്കുമായി വീട് നിർമ്മിക്കാൻ ഭൂമി വിട്ടുനൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെ രേണു ഒരു വീഡിയോയിൽ വിഷപ്പാമ്പ് എന്ന് വിളിച്ചത് വലിയ വിവാദമായിരുന്നു. വീട് നിർമ്മാണത്തിന് മേൽനോട്ടം നൽകിയ KHDEC ഫിറോസ് എന്ന വ്യക്തിയെയും പൊതുമാധ്യമത്തിൽ രേണു വിമർശിച്ച് സംസാരിച്ചിരുന്നു. ഈ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു. അധിക്ഷേപങ്ങൾ കടുത്തതോടെ ബിഷപ്പ് രേണുവിനെതിരെ നിയമപരമായി രംഗത്ത് വരികയും ചെയ്തു. തന്നെ അധിക്ഷേപിക്കുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ രേണു സുധിക്കും മക്കൾക്കുമായി വിട്ടുനൽകിയ ഭൂമിയുടെ ആധാരം റദ്ദ് ചെയ്യുമെന്നായിരുന്നു ബിഷപ്പിന്റെ മുന്നറിയിപ്പ്. കൂടാതെ ഭൂമിയുടെ ആധാരം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് കോടതിയെ സമീപിക്കുകയും ചെയ്തു. 7 സെന്റ് ഭൂമിയാണ് കൊല്ലം സുധിയുടെ മക്കൾക്കായി ബിഷപ്പ് നൽകിയത്. എല്ലാവിധ സൗകര്യങ്ങളോടെയും ചുറ്റുമതിലടക്കം പണിതാണ് KHDEC വീട് നിർമ്മിച്ചു നൽകിയത്. ഇപ്പോഴാകട്ടെ രേണുവിനും കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനും ബിഷപ്പ് വക്കീൽ നോട്ടീസ് അയക്കുന്ന അവസ്ഥ വരെയായി കാര്യങ്ങൾ. വക്കീൽ നോട്ടീസിന് രേണുവിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷഫീന ബീവി എന്ന ബ്ലോഗർക്ക് നൽകിയ പ്രതികരണത്തിലാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വീട് നിർമ്മാണത്തിലെ പോരായ്മകളുടെ പേരിൽ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ ബിഷപ്പിനെ കരിവാരി തേക്കുന്നത് എന്തിനാണെന്നാണ് ഷഫീന ബീവി ചോദിക്കുന്നത്. കൊല്ലം സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതിനു ശേഷം ഞാൻ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ്ങും മറ്റു പ്രശ്നങ്ങളും എനിക്കും എന്റെ കുടുംബത്തിനും വരുത്തിവെച്ച പ്രയാസങ്ങൾ, സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച വേദനകളും പറഞ്ഞറിയിക്കാവുന്നതിന് അപ്പുറമാണ്. കൊല്ലം സുധിയുടെ സഹധർമ്മിണി പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് എന്നെ അപമാനിക്കുന്ന വീഡിയോകൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സഹി കെട്ടപ്പോഴാണ് വക്കീൽ വഴി നോട്ടീസ് അയച്ചത്. നോട്ടീസ് കൈപ്പറ്റിയ ശേഷം രേണു സുധി മറുപടി നൽകുകയും ചെയ്തുവെന്ന് ബിഷപ്പ് പ്രതികരിച്ചു. രേണു യാതൊരുവിധ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്നും ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നും പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് രേണു സുധിയുടെ വക്കീൽ നൽകിയിട്ടുള്ളത്. ഞാൻ എത്രമാത്രം മുറിവേൽക്കപ്പെട്ടു എന്നത് പൊതുസമൂഹം കണ്ടതാണ്. ഈ ഒരു നന്മ പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ എത്രമാത്രം ഞാനും എൻ്റെ കുടുംബവും ആക്ഷേപിക്കപ്പെട്ടു എന്ന് എല്ലാവരും കണ്ടതാണ്. ഇനി കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. എനിക്കുണ്ടായ മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടവും വിലമതിക്കാനാകാത്തതാണ്. കോടതിയെ സമീപിച്ച് നീതി ഉറപ്പാക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. രേണുവിനെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകും. എൻ്റെ കുടുംബം ഒന്നടങ്കമാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്. ഇതായിരുന്നു ബിഷപ്പിന്റെ വാക്കുകൾ.